നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പാരലൽ വേൾഡ് കപ്പ് നടത്താൻ റഷ്യ ആലോചിക്കുന്നു എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ? പല മലയാള മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ വസ്തുത, സത്യാവസ്ഥ എന്താണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പാരലൽ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ 2026 വേൾഡ് കപ്പ് മെക്സിക്കോയിലും കാനഡയിലും USA-യിലുമായിട്ട് നടക്കുന്ന അതേ സമയത്ത് മറ്റൊരു ടൂർണമെൻറ്റ് നടത്തുക റഷ്യയിൽ വെച്ചിട്ട്. 2018 വേൾഡ് കപ്പ് കളിച്ച 4 സ്റ്റേഡിയങ്ങളിലായിട്ട് ഒരു ടൂർണമെൻറ്റ് നടത്താൻ റഷ്യ ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതും വേൾഡ് കപ്പിന് യോഗ്യത നേടാത്ത ചില വമ്പൻ ടീമുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ നൈജീരിയ, കാമറൂണ്, അതുപോലെ ചിലി, ഇങ്ങനെ ഇപ്പോൾ ഇറ്റലി ഇനിയിപ്പോൾ യോഗ്യത നേടുമോ ഇല്ലയോ അറിയില്ല, ഹംഗറി, ഇങ്ങനെ കുറേ ടീമുകളുണ്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടാത്ത മികച്ച ടീമുകൾ. അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂർണമെൻറ്റ് നടത്തിയാലോ എങ്ങനെയുണ്ടാവും? അതാണ് ഈ പാരലൽ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം, റഷ്യക്ക് എന്തായാലും ഫിഫയുടെ ബാനാണ്. അപ്പോൾ അങ്ങനെയൊരു രാജ്യം വേൾഡ് കപ്പിൻ്റെ സമയത്ത് തന്നെ പാരലായിട്ട് വേറൊരു വേൾഡ് കപ്പ് പോലെ അല്ലെങ്കിൽ വേറൊരു ടൂർണമെൻറ്റ് നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പോയാൽ ഈ പറയുന്ന ടീമുകളുടെ അവസ്ഥ എന്താകും? ഫിഫ നടപടി എടുക്കുന്ന ഒരു ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ ഇത് നടക്കുമോ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഏതായാലും പക്ഷേ അതിന് ചില സാധ്യതകളുണ്ട് എന്ന് തന്നെ റിപ്പോർട്ടും ചെയ്യുന്നു. കാരണം അതിനൊരു കാരണമുള്ളത്, ഇപ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ഫിഫ റഷ്യ പ്രശ്നം, ഫിഫ ബാൻ ചെയ്തത് എന്നുള്ളത്. ആ ഒരു യുക്രൈൻ യുദ്ധത്തിലേക്ക് റഷ്യ കടന്നപ്പോഴാണ് ഈ ഒരു ബാന് വരുന്നത്. അത് പക്ഷേ ഇസ്രായേലിന് ഇതൊന്നും ബാധകമായിരുന്നില്ല. ഈ തവണത്തെ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ അവർ പൂർണ്ണമായിട്ടും കളിച്ചു. യൂറോപ്പിൽ തന്നെ അപ്പോൾ എറിക് ആൻ്റോണ അടക്കമുള്ള മുൻ താരങ്ങളൊക്കെ ശക്തമായിട്ട് അതിനെതിരെ നിലപാടെടുത്തൊക്കെ നമ്മൾ കണ്ടു. അത് ഡബിൾ സ്റ്റാൻഡേർഡാണ്. പക്ഷേ റഷ്യയെ വിലക്കി. അപ്പോൾ ഇത് ആ ബാൻ ഇങ്ങനെ പതുക്കെ മാറ്റിക്കൊണ്ടുവരികയാണ് ഫിഫ. അപ്പോൾ അതിലേക്കുള്ളൊരു ബ്രിഡ്ജാവും ഈ പറയുന്ന പാരലൽ ടൈപ്പിൽ നടക്കുന്ന ടൂർണമെൻറ്റ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്തായാലും ആ വാർത്തയുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണ്. ഫിഫ ഒരു സസ്പെൻഷൻ ഇമ്പോസ് ചെയ്യുന്നത് 2022 സമയത്താണ്, ഒരു ഫെബ്രുവരി 27 ഏതാണ്ട് ആ ഒരു സമയത്തൊക്കെയാണ്. അത് പിന്നീട് അവരുടെ മേൽ പൂർണ്ണമായിട്ട് അവർ സസ്പെൻഷൻ കൊടുത്തു. അതോടുകൂടി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ റഷ്യക്ക് 2022 വേൾഡ് കപ്പിനുള്ള ഖത്തർ വേൾഡ് കപ്പിനുള്ള പ്ലേ ഓഫ് പോളണ്ടിനെതിരെ കളിക്കാൻ പറ്റിയില്ല. 2024 യൂറോ കപ്പിൻ്റെ ക്വാളിഫയറിനും ആ ടൂർണമെൻറ്റിൽ തന്നെ അവരെ ഒഴിവാക്കി. 2026 വേൾഡ് കപ്പിനുള്ള ക്വാളിഫിക്കേഷനിൽ അവർക്ക് ബാനായി. അപ്പോൾ ഈ ഒരു സെനാരിയോ വലിയ രൂപത്തിൽ അവരെ തിരിച്ചടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് പതിയെ ബാന് ലിഫ്റ്റ് ചെയ്ത് വരികയാണ് ഇപ്പോൾ ഫിഫ. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിഫ ആൻഡ് യുഎഫ ടു അലൗ വിമൻസ് നാഷണൽ ടീം കോമ്പീറ്റ് ഇൻ ദി ക്വാളിഫയേഴ്സ് ഫോർ 2027 വേൾഡ് കപ്പ് ഇൻ ബ്രസീൽ. അതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂത്ത് ടീമിലേക്ക്, ഫുട്സാലിലേക്ക്, ബീച്ച് സോക്കറിലേക്കൊക്കെ ടീമിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ 2026 വേൾഡ് കപ്പിന് മുമ്പുള്ള ഫിഫ കോൺഗ്രസ്സിൽ റഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ ബാന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എന്ന് പറഞ്ഞാൽ 2030 വേൾഡ് കപ്പ് അതിനുള്ള യോഗ്യത റൗണ്ടിലൊക്കെ കളിച്ച് ആ ഒരു ഫുട്ബോൾ ഇക്കോ സിസ്റ്റത്തിലേക്ക് പൂർണ്ണമായിട്ടും മടങ്ങിയെത്തിയതാണ് ഇപ്പോൾ റഷ്യ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കും എന്ന് റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് പ്രൊമിനൻ്റ് ഫിഗേഴ്സ്, റഷ്യൻ ഫുട്ബോളിലെ പ്രൊമിനൻ്റ് ഫിഗേഴ്സായിട്ടുള്ള അലക്സാണ്ടർ ഡ്യൂക്കോവും, അദ്ദേഹം RFUവിൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ വ്യാഷസ്ലേവ് കൊലോസ്കോവ്, അദ്ദേഹം പഴയ ഫിഫയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ഫെഡറേഷൻ്റെ ഹോണററി പ്രസിഡൻ്റാണ്. അവരാണ് ഈ ഒരു പാരലൽ പ്രപ്പോസലുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. ഇതൊരു ഗ്ലോബൽ റീഇൻ്റഗ്രേഷൻ എന്ന രൂപത്തിൽ തങ്ങളെ കൂടി ഉൾപ്പെടുത്തി നടക്കുന്ന ഒരു ടൂർണമെൻറ്റായിട്ട് അവതരിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രൊജക്റ്റിൽ കൃത്യമായിട്ടുള്ളത് ഒരു ഷോർട്ട് ടൂർണമെൻറ്റ് വേൾഡ് കപ്പ് പീരീഡിൽ ഓർഗനൈസ് ചെയ്യുക 4 സ്റ്റേഡിയങ്ങളിലായിട്ട്. 2018 വേൾഡ് കപ്പിൽ യൂസ് ചെയ്ത 4 സ്റ്റേഡിയങ്ങളിലായിട്ട് വിത്ത് 8 or 12 നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ 6 വ്യത്യസ്ത കോൺഫെഡറേഷനുകളിൽ നിന്ന് 2026 വേൾഡ് കപ്പിന് യോഗ്യത നേടാത്ത
8 അല്ലെങ്കിൽ ഒരു 12 ടീമുകൾ വെച്ച് ടൂർണമെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിപ്ലോമസി സക്സീഡ് ആവുകയാണെങ്കിൽ റഷ്യ വിചാരിക്കുന്നത് അവരെ ഈ ഫുട്ബോൾ വേൾഡിൽ നിന്നുള്ള ഐസൊലേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ വരാനുള്ളൊരു ബ്രിഡ്ജായിട്ട് ഇത് മാറുമെന്നാണ്. പക്ഷേ നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നേ ഇപ്പോൾ പറയാൻ പറ്റൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.